ലാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 26ാമത്തെ നക്ഷത്രമായ ഉത്രട്ടാതിയുടെ ദശാകാലങ്ങളും പൊതുസ്വഭാവങ്ങളും ദശാപകാലങ്ങളും അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും ദോഷപരിഹാരങ്ങളും ആണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വതന്ത്ര ചിന്താഗതിക്കാരും ബുദ്ധിശാലികളും സത്യസന്ധരും ദയാദാക്ഷിണ്യമുള്ളവരുമാണ്. ഇവർക്ക് മിക്കപ്പോഴും ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നത പദവികളും ലഭിക്കാറുണ്ട്. സ്വതന്ത്ര ചിന്താഗതിക്കായ ഇവർ ആര് പറയുന്നതും വകവെച്ചു കൊടുക്കുകയില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവർ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും. സ്ത്രീകൾ പൊതുവെ നല്ല തൻ്റേടികളും ആണ്. പൊതുവെ അവരുടെ ദാമ്പത്യജീവിതം തൃപ്തികരമാണെങ്കിലും ചിലർ ഒന്നിലധികം ബന്ധങ്ങൾ വച്ചു പുലർത്തുന്നവരാണ്. വിവാഹമോചനവും പുനർവിവാഹവും ഇവരിൽ കണ്ടുവരുന്നുണ്ട്. നല്ല വാക്സാമർത്ഥ്യമുള്ളതിനാൽ ആരെയും വശത്താക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. മനുഷ്യഗണത്തിൽ ആയതിനാൽ ദേവഗണത്തിൽ അസുരഗണത്തിലും ആയവരുമായി യോജിച്ചു പോകുന്നതിനും അവർക്ക് കഴിയും. സ്ത്രീ യോനിയിലായതിനാൽ പുരുഷ യോനിയിൽപ്പെട്ടവരും വേണം വിവാഹം കഴിക്കാൻ. അല്ലാത്ത പക്ഷം ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട്. നക്ഷത്രമൃഗം പശുവാണ്. പക്ഷി മയിൽ, വൃക്ഷം കരിമ്പന, ഭൂതം ആകാശം. അശ്വതി കാർത്തിക മകേരൻ ചോതി വിശാഖം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഒന്നും അത്ര ശുഭകരമായിരിക്കില്ല. ശനി ദശയിലാണ് ഇവർ ജനിക്കുന്നത്. 9 വയസ്സുവരെ ശനി ദശയാണ്. അത് കഴിഞ്ഞാൽ ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, സൂര്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം, വ്യാഴം 16 വർഷം എന്നിങ്ങനെയാണ് ദശാകാലം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ശുക്രൻ്റെ അപകാര സമയത്താണ് ഇവർ ജനിക്കുന്നത്. 1.5 വയസ്സുവരെ ശുക്രൻ്റെ അപകാരമാണ്. അത് കഴിഞ്ഞാൽ 2.5 വയസ്സുവരെ സൂര്യൻ്റെയും 4 വയസ്സ് 3 മാസം വരെ ചന്ദ്രൻ്റെയും 5 വയസ്സ് 4 മാസം വരെ ചൊവ്വയുടെയും 7 വയസ്സ് വരെ രാഹുവിൻ്റെയും 9 വയസ്സ് 6 മാസം വരെ വ്യാഴത്തിൻ്റെയും അപകാരമാണ്. ഇതിൽ വ്യാഴം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുമെങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങൾ മോശഫലങ്ങളാണ് നൽകുക. 9 വയസ്സ് 6 മാസം മുതൽ 26 വയസ്സ് വരെ ബുധദശയാണ്. ഇതിൽ 2 വർഷം 5 മാസം, അതായത് 11 വയസ്സ് 11 മാസം വരെ ബുധൻ്റെ അപകാരമാണ്. 12 വയസ്സ് 11 മാസം വരെ കേതുവിൻ്റെയും, 15 വയസ്സ് 10 മാസം വരെ ശുക്രൻ്റെയും, 16 വയസ്സ് 8 മാസം വരെ സൂര്യൻ്റെയും, 18 വയസ്സ് 1 മാസം വരെ ചന്ദ്രൻ്റെയും, 19 വയസ്സ് 1 മാസം വരെ ചൊവ്വയുടെയും, 21 വയസ്സ് 7 മാസം വരെ രാഹുവിൻ്റെയും, 23 വയസ്സ് 10 മാസം വരെ വ്യാഴത്തിൻ്റെയും, 26 വയസ്സ് 6 മാസം വരെ ശനിയുടെയും അപകാരമാണ്. ഇതിൽ ബുധൻ്റെയും അപകാരവും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അപകാരവും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും. എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാനും ഉയർന്ന ജോലി ലഭിക്കാനും വിവാഹം കഴിക്കാനും സ്വന്തമായി വീട് പണിക്കാനും വാഹനങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള യോഗമുണ്ട്. എന്നാൽ കേതുവിൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും രാഹുവിൻ്റെയും ശനിയുടെയും അപകാരങ്ങൾ മോശഫലങ്ങളാണ് നൽകുക. പ്രത്യേകിച്ചും രാഹുവിൻ്റെയും ശനിയുടെ അപകാര സമയത്ത് അപകടങ്ങൾക്കും ഗുരുതരമായ രോഗങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണ്. 26 വയസ്സ് 6 മാസം മുതൽ 33 വയസ്സ് 6 മാസം വരെ
കേതു ദശയാണ്. ഇതിൽ ആദ്യത്തെ 5 മാസം കേതുവിൻ്റെ അപകാരമാണ്. അതായത് 26 വയസ്സ് 11 മാസം വരെ കേതുവിൻ്റെ അപകാരമാണ്. 27 വയസ്സ് 8 മാസം വരെ ശുക്രൻ്റെയും 28 വയസ്സ് 28 വയസ്സ് വരെ സൂര്യൻ്റെയും 28 വയസ്സ് 7 മാസം വരെ ചന്ദ്രൻ്റെയും 29 വയസ്സ് വരെ ചൊവ്വയുടെയും 30 വയസ്സ് വരെ രാഹുവിൻ്റെയും 31 വയസ്സ് വരെ വ്യാഴത്തിൻ്റെയും 32 വയസ്സ് 1 മാസം വരെ ശനിയുടെയും 33 വയസ്സ് 6 മാസം വരെ ബുധൻ്റെയും അപകാരമാണ്. ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും അപകാരം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്നതാണ്. എന്നാൽ മറ്റ് ഗ്രഹങ്ങൾ മോശഫലങ്ങളാണ് നൽകുക. 33 വയസ്സ് 6 മാസം മുതൽ 53 വയസ്സ് 6 മാസം വരെ ശുക്രദശയാണ്. ഇതിൽ ആദ്യത്തെ 3 വർഷം 4 മാസം, അതായത് 36 വയസ്സ് 10 മാസം വരെ ശുക്രൻ്റെ അപകാരമാണ്. അത് കഴിഞ്ഞാൽ 37 വയസ്സ് 10 മാസം വരെ സൂര്യൻ്റെയും 38 വയസ്സ് 6 മാസം വരെ ചന്ദ്രൻ്റെയും 39 വയസ്സ് 8 മാസം വരെ ചൊവ്വയുടെയും 42 വയസ്സ് 8 മാസം വരെ രാഹുവിൻ്റെയും 45 വയസ്സ് 4 മാസം വരെ വ്യാഴത്തിൻ്റെയും 48 വയസ്സ് 6 മാസം വരെ ശനിയുടെയും 51 വയസ്സ് 4 മാസം വരെ ബുധൻ്റെയും 53 വയസ്സ് 6 മാസം വരെ കേതുവിൻ്റെയും അപകാരമാണ്. ഇതിൽ ശുക്രനും ചന്ദ്രനും വ്യാഴവും ബുധനും നല്ല ഫലങ്ങൾ നൽകുന്നു. എന്നാൽ മറ്റ് ഗ്രഹങ്ങൾ മോശഫലങ്ങളാണ് നൽകുക. പ്രത്യേകിച്ചും രാഹുവിൻ്റെയും ശനിയുടെയും അപകാര സമയത്ത് അപകടങ്ങൾക്കോ രോഗങ്ങൾക്കോ ധനനഷ്ടത്തിനോ മാനഹാനിക്കോ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. 53 വയസ്സ് 6 മാസം മുതൽ 59 വയസ്സ് 6 മാസം വരെ സൂര്യദശയാണ്. ഇതിൽ ആദ്യത്തെ 3 മാസം, അതായത് 53 വയസ്സ് 9 മാസം വരെ സൂര്യൻ്റെ അപകാരമാണ്. 54 വയസ്സ് 3 മാസം വരെ ചന്ദ്രൻ്റെയും 54 വയസ്സ് 7 മാസം വരെ ചൊവ്വയുടെയും 55 വയസ്സ് 6 മാസം വരെ രാഹുവിൻ്റെയും 56 വയസ്സ് 3 മാസം വരെ വ്യാഴത്തിൻ്റെയും 57 വയസ്സ് 3 മാസം വരെ ശനിയുടെയും 58 വയസ്സ് 1 മാസം വരെ ബുധൻ്റെയും 58 വയസ്സ് 6 മാസം വരെ കേതുവിൻ്റെയും 53 വയസ്സ് 6 മാസം വരെ ശുക്രൻ്റെയും അപകാരമാണ്. ഇതിൽ വ്യാഴവും ശുക്രനും ബുധനും നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും ബാക്കി ഗ്രഹങ്ങൾ മോശഫലങ്ങളാണ് നൽകുക. 59 വയസ്സ് 6 മാസം മുതൽ 69 വയസ്സ് 6 മാസം വരെ ചന്ദ്രദശയാണ്. ഇതിൽ ആദ്യത്തെ 10 മാസം, അതായത് 60 വയസ്സ് 4 മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ്. 60 വയസ്സ് 11 മാസം വരെ ചൊവ്വയുടെയും 62 വയസ്സ് 5 മാസം വരെ രാഹുവിൻ്റെയും 61 വയസ്സ് 9 മാസം വരെ വ്യാഴത്തിൻ്റെയും 65 വയസ്സ് 4 മാസം വരെ ശനിയുടെയും 66 വയസ്സ് 9 മാസം വരെ ബുധൻ്റെയും 67 വയസ്സ് 3 മാസം വരെ കേതുവിൻ്റെയും 68 വയസ്സ് 11 മാസം വരെ ശുക്രൻ്റെയും 69 വയസ്സ് 6 മാസം വരെ സൂര്യൻ്റെയും അപകാരമാണ്. ഇത് ചന്ദ്രൻ്റെയും അപകാരവും വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും അപകാരവും എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. എന്നാൽ ബാക്കി ഗ്രഹങ്ങൾ മോശഫലങ്ങളാണ് നൽകുക. 69 വയസ്സ് 6 മാസം മുതൽ 76 വയസ്സ് 6 മാസം വരെ ചൊവ്വാദശയാണ്. ഇതിൽ ആദ്യത്തെ 5 മാസം, അതായത് 69 വയസ്സ് 10 മാസം വരെ ചൊവ്വയുടെ അപകാരമാണ്. 70 വയസ്സ് 10 മാസം വരെ രാഹുവിൻ്റെയും 71 വയസ്സ് 10 മാസം വരെ വ്യാഴത്തിൻ്റെയും 72 വയസ്സ് 11 മാസം വരെ ശനിയുടെയും 71 വയസ്സ് 11 മാസം വരെ ബുധൻ്റെയും 74 വയസ്സ് 4 മാസം വരെ കേതുവിൻ്റെയും 75 വയസ്സ് 6 മാസം വരെ ശുക്രൻ്റെയും 73 വയസ്സ് 10 മാസം വരെ സൂര്യൻ്റെയും 76 വയസ്സ് 6 മാസം വരെ ചന്ദ്രൻ്റെയും അപകാരമാണ്. ഇതിൽ ചൊവ്വയുടെ അപകാരവും അപകടങ്ങൾക്കും സഹോദര ദുരിതത്തിനും സ്വജന കലഹത്തിനും മറ്റ് അസുഖങ്ങൾക്കൊക്കെ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. അതുപോലെ തന്നെ
രാഹുവിൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും അപകാരം വളരെ മോശമാണ്. എന്നാൽ വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അപകാരം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്നതാണ്. 76 വയസ്സ് 6 മാസം മുതൽ 94 വയസ്സ് 6 മാസം വരെ രാഹു ദശയാണ്. ഇതിൽ ആദ്യത്തെ 2 വർഷം 8 മാസം, അതായത് 79 വയസ്സ് 2 മാസം വരെ രാഹുവിൻ്റെ അവകാരമാണ്. 81 വയസ്സ് 7 മാസം വരെ വ്യാഴത്തിൻ്റെയും 84 വയസ്സ് 2 മാസം വരെ ശനിയുടെയും 86 വയസ്സ് 11 മാസം വരെ ബുധൻ്റെയും 87 വയസ്സ് 11 മാസം വരെ കേതുവിൻ്റെയും 90 വയസ്സ് 11 മാസം വരെ ശുക്രൻ്റെയും 91 വയസ്സ് 10 മാസം വരെ വ്യാഴത്തിൻ്റെയും 93 വയസ്സ് 4 മാസം വരെ ചന്ദ്രൻ്റെയും 94 വയസ്സ് 6 മാസം വരെ ചൊവ്വയുടെയും അപകാരമാണ്. ഇതിൽ രാഹുവിൻ്റെ അപകാരവും ശനിയുടെ അപകാരവും വളരെയധികം ബുദ്ധിമുട്ടുകൾക്കും ഉണ്ടാക്കും. കേതുവിൻ്റെ അപകാര സമയത്ത് ഗുരുതരമായ അപകടങ്ങൾക്കോ രോഗങ്ങൾക്കോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ദശാകാലത്ത് അതിജീവിക്കുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളിന് വളരെ കാലം ജീവിച്ചിരിക്കാൻ കഴിയുന്നതാണ്. രാഹുവിൻ്റെയും ശനിയുടെയും ദോഷപരിഹാരത്തിന് ശിവക്ഷേത്രത്തിൽ കൂവളത്തുമാലയും ജലധാരയും മൃത്യുഞ്ജയ അർച്ചനയും നടത്തണം. അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനവും കഴിക്കണം. രാഹുദോഷം മാറാൻ നാഗക്ഷേത്രത്തിൽ ആയില്യ നാളിൽ 100 പാലും കഴിപ്പിക്കണം. ചൊവ്വയുടെ ദോഷം മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭമാർച്ചന കഴിപ്പിക്കേണ്ടതാണ്. മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം മാറാൻ വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാർച്ചനയും തുളസിമാലയും പാൽപ്പായസവും കഴിപ്പിക്കണം. ഇതോടൊപ്പം തന്നെ നാഗക്ഷേത്രത്തിൽ പോയി നാഗപൂജയോ കുറഞ്ഞ പക്ഷം എണ്ണയോ വാങ്ങി നൽകേണ്ടതാണ്. മറ്റൊരു കാര്യം കൊണ്ട് ഈ കാലയളവിൽ തന്നെ കടന്നു വരുന്നതാണ് കണ്ടകശനിയും അഷ്ടമശനിയും ഏഴരശനിയും. കണ്ടകശനി അഷ്ടമശനിയും 2.5 വർഷം വീതവും ഏഴരശനി 7 വർഷം നീണ്ടു നിൽക്കുന്നതാണ്. കണ്ടകശനി എല്ലാ 5 വർഷങ്ങളും കൂടുമ്പോഴും വരുന്നതാണ്. എല്ലായ്പ്പോഴും ശനി ദോഷം ചെയ്യണമെന്ന് ഇല്ല. ദശാവകാരത്തിനനുസരിച്ചാണ്, ദശാവകാരവും ദശാനാഥൻ്റെയും നിൽപ്പ് അനുസരിച്ചാണ് ശനിയിൽ നിന്നും ഗുണമാണോ ദോഷമാണോ ലഭിക്കുക നമുക്കറിയാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ ദോഷപരിഹാരത്തിന് ശിവന് കൂവളത്തുമാലയും ജലധാരയും കൊടുക്കുന്നതോടൊപ്പം അയ്യപ്പന് നീരാഞ്ജനം കഴിപ്പിക്കണം. കൂടാതെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാലയും നാരങ്ങാമാലയും കുങ്കുമാർച്ചയും കഴിപ്പിച്ചാൽ ശനി ദോഷത്തിൽ നിന്നും ഒഴിവാകാൻ പറ്റുന്നതാണ്. ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഗുരുതരമായ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അതുപോലെ സാമ്പത്തിക തളർച്ചകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത്. ഈ ദോഷപരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ആളുകളുടെ ആത്മഹത്യാ പ്രവണതയിൽ നിന്നൊക്കെ ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, അവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയുമായി, അതായത് രേവതി നക്ഷത്ര ഫലങ്ങളുമായും അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.